നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അവസാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മോചനത്തിൽ സഹായ വാഗ്ദാനവുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മാനുഷിക പരിഗണന എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയായിരുന്നു ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അനുമതി നൽകിയതായുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതാണ്. ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അഭിഭാഷകനെ അറിയിച്ച ശേഷം ഇത് നിമിഷപ്രിയയുടെ അമ്മയെ നേരിട്ട് ധരിപ്പിച്ചതായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോം പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2012 പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ നഴ്സായി യമനിലെത്തിയത്. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017 കൊല്ലപ്പെട്ടു. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്തു. 2018 വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ 2022 തള്ളിയെങ്കിലും വധശിക്ഷ പരമോന്നത കോടതി കഴിഞ്ഞ വർഷം ശരിവയ്ക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുക അതുമാത്രമാണ് നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി. യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതേസമയം വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരും ഊർജിതമാക്കിയിട്ടുണ്ട്. വധശിക്ഷയെക്കുറിച്ച് അറിഞ്ഞെന്നും കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചിരുന്നു. മോചനത്തിനായുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു. യമൻ പൗരനായ തലാൽ അബ്ദു മഹിദിനെ കൊലപ്പെടുത്തിയ കേസിൽ 2017 മുതൽ തടവിൽ കഴിയുകയാണ് നിമിഷപ്രിയ. 2015 തലസ്ഥാനമായ സാനയിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങിയിരുന്നു. പിന്നീട് തലാലിന്റെ ഉപദ്രവം സഹിക്കാനാകാതെ വന്നതോടെ സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ വധിച്ചു എന്നതാണ് കേസ്. 2017 ജൂലൈയിൽ അറസ്റ്റിലായ നിമിഷപ്രിയയ്ക്ക് 2020 കോടതി വധശിക്ഷ വിധിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.